ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാനിക്കുക. ഗിരിപ്രഭാഷണ പരമ്പരയിലെ ഈശോയുടെ പ്രബോധനങ്ങളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ട് തൻ്റെ അനുവാചകരെ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി മാറ്റുന്ന, കൂടുതൽ ക്രിയാത്മകമായ ക്രൈസ്തവ ജീവിതത്തിലേക്ക് ആനയിക്കുന്ന ചിന്തകളിൽ ഏറെ പ്രാധാന്യത്തോടെ നാം ഓർക്കുന്ന ചില ചിതറിയ ചിന്തകളാണ് ഇന്ന് ഈശോ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക. ലോകത്തിലുള്ള എല്ലാ മതങ്ങളുടെയും സാരസത്ത വ്യത്യസ്തമായ ഭാഷയിലും രീതിയിലും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നതിൽ ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ എന്ന നിലയിൽ നിൽക്കുന്ന ഒരു പ്രസ്താവ്യം, അതാണ് 7-ാം അധ്യായത്തിലെ 12-ാമത്തെ തിരുവചനം. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾ അവർക്ക് ചെയ്യണം. ഇതാണ് നിയമവും പ്രവാചകന്മാരുമെന്ന് ഈശോ പറഞ്ഞു വെക്കുകയാണ്. സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവം കൽപ്പിക്കേണ്ട ഒരു മേഖലയാണ്. പരാതിപ്പെട്ടികളാണ് നമ്മളെല്ലാവരും. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല, എനിക്ക് അവസരം നൽകുന്നില്ല, എന്നെ അധികാരികൾ ഒതുക്കിയിട്ടിരിക്കുന്നു, എന്നെ മറ്റുള്ളവർ വിശ്വസിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവർക്ക് ആർക്കും എന്നെ ഇഷ്ടമില്ല എന്നൊക്കെ പരാതി പറയുന്ന നമ്മുടെ മുമ്പിൽ വേറിട്ട ഒരു ചിന്ത ഈശോ നൽകുകയാണ്. നീ ഇതൊക്കെ ചെയ്യാറുണ്ടോ? മറ്റുള്ളവർ നിന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് നീ ആഗ്രഹിക്കുമ്പോൾ നീ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നീ അവരെ സ്നേഹിക്കാറുണ്ടോ? മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവ നിങ്ങൾ അവർക്ക് ചെയ്യുക. ഇവിടെ ചോദ്യവും ഉത്തരവും ഒക്കെ വളരെ ക്ലിയറാണ്. ഞാൻ അംഗീകരിക്കാൻ തയ്യാറായാൽ എന്നെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ളവർ മുന്നോട്ട് വരും. ഞാനത് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്കും അംഗീകാരവും മറ്റുള്ളവരുടെ കയ്യടിയൊന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ, മറ്റുള്ളവരെ വളർത്താൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണമെന്ന് ആദ്യ വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈശോ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു ചിന്ത വൃക്ഷവും ഫലവും തമ്മിലുള്ള ബന്ധമാണ്. ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴം പുറപ്പെടുവിക്കാനാകില്ല. മുന്തിരിച്ചെടിക്ക് ഒരിക്കലും കാട്ടുമുന്തിരിയുടെ ഫലം കൊടുക്കാനാകില്ല. വൃക്ഷത്തിൽ നിന്ന് ഫലത്തെ തിരിച്ചറിയണമെന്ന് ഈശോ പറയുകയാണ്. അടിസ്ഥാനപരമായ ചില ഭാവങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന് പുറത്തേക്ക് വരിക സാധ്യമല്ലെന്നാണ് ഈശോ സൂചിപ്പിക്കുക. നമുക്ക് തിന്മയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ലാഞ്ചന ഉണ്ട് എങ്കിൽ നമ്മിലെ തിന്മ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ പുറത്തു വരും. അതിന് എത്ര സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മൾ സംസാരിച്ചാലും നമ്മുടെ ഉള്ളിലിരിപ്പ് എങ്ങനെയെങ്കിലും പുറത്തു വരിക തന്നെ ചെയ്യും. സ്വാർത്ഥതയുടെ മേഖലകളിൽ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഫലം നല്ലതാകണമെങ്കിൽ വൃക്ഷം നല്ലതാകണം. നല്ല വൃക്ഷത്തിനെ നല്ല ഫലം പുറപ്പെടുവിക്കാനാവും. നല്ല ഫലം പുറപ്പെടുവിക്കാൻ നിയോഗമുള്ള വൃക്ഷം നല്ല ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ അത് വെട്ടി തീയിൽ എറിയപ്പെടും. തായ്തടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ അത് വെട്ടിക്കളയുമെന്ന മുന്തിരിച്ചെടിയും ശാഖകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഗൗരവത്തോടെ ചിന്തിച്ചതാണല്ലോ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്നത്തെ തിരുവചനത്തിൻ്റെ പൊരുൾ നമുക്ക് ഉൾക്കൊള്ളാം. ഞാനൊരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ, ഞാൻ എൻ്റെ ദൈവത്തെ അനുധാവനം ചെയ്യുന്നവനാണെങ്കിൽ എന്നിലൂടെ നന്മ മറ്റുള്ളവരുടെ മുമ്പിൽ ദർശിതമാകണം. ഞാൻ തിന്മയുടെ വക്താവായിട്ട് നിൽക്കുകയും
പേരുകൊണ്ട് ക്രിസ്ത്യാനി ആവുകയും ചെയ്യുക സാധ്യമല്ലെന്നാണ് ഈശോ പറഞ്ഞു വെക്കുക. അതുകൊണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മളെങ്കിൽ ആ ഫലം പുറപ്പെടുവിക്കുക തന്നെ വേണം. ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ആ നന്മ നമ്മളെ അനുവദിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നവരാകാം. അങ്ങനെ നമ്മൾ നന്മ കൊണ്ട് നിറയുമ്പോൾ, നമ്മിൽ നന്മ നിറഞ്ഞു കവിയുമ്പോൾ, അവരനെ സ്നേഹിക്കാനും അവരനെ അംഗീകരിക്കാനും അവനെ ചേർത്ത് പിടിക്കാനും ഒക്കെ നമ്മൾ പഠിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരുമായിട്ട് നമ്മൾ മാറും. അപ്പോഴാണ് ഈശോ പറഞ്ഞ ആദ്യ വചനം നമ്മൾ യാഥാർത്ഥ്യമാവുക. എന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാൻ ഞാനാദ്യം അവരെ അംഗീകരിക്കട്ടെ. എന്നെ മറ്റുള്ളവർ സ്നേഹിക്കാൻ ഞാനാദ്യം അവരെ സ്നേഹിക്കട്ടെ. എനിക്ക് മാറ്റം വരണം. ഞാൻ പരാതിപ്പെട്ടിയായിട്ടിരുന്നാൽ പോരാ. എനിക്ക് സ്നേഹിക്കാൻ സാധിക്കട്ടെ. എനിക്ക് നന്മകൾ വിരിയിക്കാൻ സാധിക്കട്ടെ. നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കട്ടെ. ഈശ്വരാനുഗ്രഹം നമ്മളോട് കൂടി ഉണ്ടാകും. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.